ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കാവുന്നത്. അതിന് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ ഗ്ലാസ് അരിപ്പൊടിയാണിത്. അതിനുവേണ്ടി നമുക്ക് 1 ഗ്ലാസ് പഞ്ചസാര വേണം. ഞാൻ ഒരു തേങ്ങയാണ്, ഇത് നല്ലൊരു വലിയ തേങ്ങ ചിരണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ചേർക്കാം. പിന്നെ ഇത് 2 സ്പൂണ് അരിപ്പൊടി നമ്മൾ വേറെ എടുക്കണം. ഇത് കപ്പി കാച്ചാനാണ്. ഇത് നമ്മളൊരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് കലക്കി കപ്പി കാച്ചി ആദ്യം എടുക്കണം. അത് ഞാൻ കാണിക്കാം. പിന്നെ ഇച്ചിരി കാഷ്യൂനട്ടും ഞാൻ കിസ്മസും ഇത് വട്ടയപ്പം നമ്മൾ പുഴുങ്ങുമ്പോൾ മേളിലിടാനാണ്. ഇതൊരു 4-5 ഏലക്ക ഉണ്ട്, അത് നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ ചെറിയ ഒരു പിഞ്ച് നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഈസ്റ്റാണ്. നമുക്ക് ചെറിയ ഒരു പിഞ്ച് ഈസ്റ്റ് നമുക്ക് ചേർക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ 2 സ്പൂൺ അരിപ്പൊടി എടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് കപ്പി കാച്ചി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ 2 സ്പൂണ് അരിപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കാം. നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ കലക്കുന്നത് പോലെ ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ആദ്യം കലക്കി എടുക്കാം. നല്ലതുപോലെ കട്ട കെട്ടാതെ കലക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു 1-1.5 ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ നീട്ടണം. പിന്നെ വേണം നമുക്ക് ഗ്യാസിൽ വെച്ച് ഇത് നമ്മളൊന്ന് കുറുക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം കപ്പി. ഇത് ഞാനിനി ഗ്യാസിൽ വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. ചൂടുകട്ടിയുള്ള നല്ലൊരു പാൻ എടുത്തിട്ട് നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കണം. നമ്മൾ ഇതിനകത്ത് തന്നെയാണ് പിന്നെ വട്ടയപ്പത്തിന് കുഴച്ച് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിപ്പൊടി കലക്കിയത് ചേർക്കാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ തിളച്ച് കുറുകിയെടുക്കണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് നമ്മുടെ കപ്പ് കാച്ചുന്നത് ഇതുകൊണ്ട് കുറുകി വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ട് ഇത് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ അരിപ്പൊടി വേവുള്ളൂ. നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകുന്ന വരെ ഇളക്കാം. ഈ പാകം പോരാ, ഇച്ചിരി കൂടെ ഇളക്കാം. ഇതിപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ വെന്തിരിക്കുക. ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതൊന്നൊന്ന് തണുത്തിട്ട്, ഒത്തിരി തണുക്കേണ്ട, ചെറിയ ചൂടോടെ നമുക്ക് ബാക്കി അരിപ്പൊടി ചേർത്ത് കുഴച്ച് വെക്കണം. ഇതൊന്ന് നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മുടെ കാപ്പി നല്ലപോലെ തണുത്തിട്ടുണ്ട്, ഒരു ചെറിയ ചൂടോടെ ഉണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ഈ തേങ്ങ ഒന്ന് മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് അരയ്ക്കുന്നുണ്ട്. അപ്പടി അരഞ്ഞു പോകുന്നില്ല. നമുക്കിപ്പോൾ ഈ തേങ്ങ ഒന്ന് മിക്സിക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇത്ര ഒന്ന് അരച്ചാൽ മതി. ഒത്തിരി അരഞ്ഞു പോകണ്ട, നീണ്ടും പോകല്. നമുക്ക് വട്ടയപ്പം ഒന്ന് ഒരു കുറുകിയിരിക്കണം, അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ അത്ര അരഞ്ഞു പോകല്. നമുക്കിതെല്ലാം ഇപ്പോൾ ഈ കപ്പ് കാച്ചി വെച്ചിരിക്കുന്നതിനകത്തോട്ട് നല്ലപോലെ ചേർത്ത് മിക്സാക്കി എടുക്കാം. നമുക്ക് അരിപ്പൊടി കുറേശ്ശായിട്ടിട്ട് ഇതൊന്ന് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് തേങ്ങയും പഞ്ചസാരയും നമുക്ക് ചേർക്കാം. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ബാക്കി നമ്മൾ തേങ്ങയൊക്കെ ഇടുമ്പം ആവശ്യത്തിന് നീളമായില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ കൂടെ ചേർക്കാം. തേങ്ങ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് വട്ടയപ്പത്തിന് ചെറിയൊരു ടേസ്റ്റ് കിട്ടും ഉപ്പ് ഇടുവാണെങ്കിൽ. ഒരു പിഞ്ച് നമുക്ക് ഈസ്റ്റും കൂടിയും ചേർക്കാം. ഇത്ര ഇട്ടാൽ മതി. ഇത് നമുക്ക് നല്ലതുപോലെ പൊങ്ങി വരും. ഈ സമയത്ത് തന്നെ ഞാൻ ഈ ഒരു 5-6 ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടിയും ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ശകലം കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഒരു കുറച്ച് കുറുകിയായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ശകലം ഈ തേങ്ങ അരച്ച വെള്ളം ഒന്ന് കഴുകി നമുക്ക് ഇച്ചിരി മിക്സിക്കകത്തുനിന്ന് ഒന്നെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ എല്ലാം ചേർന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ പരുവത്തിൽ മതി നമുക്ക്. ഇതിനി നമുക്കൊരു 8 മണിക്കൂർ അനങ്ങാതെ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ വട്ടയപ്പം പൊങ്ങി നല്ല റെഡിയായി വരും. നമുക്ക് നല്ലൊരു ലിഡ് വെച്ച് ഇതൊന്ന് അനക്കാതെ ഒരു 8 മണിക്കൂർ വെക്കാം. ഇതിപ്പോൾ ഒരു 8 മണിക്കൂറായി. നമുക്ക് വട്ടയപ്പത്തിൻ്റെ മാവ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പൊങ്ങിയിരിപ്പുണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് കുറച്ച് മാറ്റാം. ഒത്തിരി നിറയണ്ട. നമ്മൾ 2 അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവാണ് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് നട്ട്സും കൂടെയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന കിസ്മസും കപ്പലണ്ടിയും ഒക്കെ ചേർക്കാം.
ഞാനൊരു അപ്പച്ചമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്താണ് ഇത് എടുക്കുന്നത്. നമുക്ക് അപ്പച്ചമ്പിലോട്ട് ഇത് വെക്കാം. നമുക്കിനി ഇത് ഒരു അപ്പച്ചമ്പിൻ്റെ മണ്ടയിൽ വെക്കാം. ഇതൊരു 20 മിനിറ്റ് എടുക്കും നമുക്ക് വെന്ത് വരാൻ. ഒരു ലിഡ് വെച്ച് നമുക്കിത് മൂടി വെക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അപ്പച്ചമ്പ് ഒന്ന് പൊക്കി നോക്കാം. നമ്മുടെ വട്ടയപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് ഓഫാക്കി നമുക്ക് മാറ്റാം. അത് നല്ലതുപോലെ തണുക്കണം. തണുത്ത് കഴിഞ്ഞ് നമ്മൾ വട്ടയപ്പം മുറിക്കാവുള്ളൂ. അല്ലെങ്കിൽ അതങ്ങോട്ട് കുഴഞ്ഞ പോലെ നമുക്ക് തോന്നും. ഇച്ചിരി തണുത്ത് കഴിഞ്ഞാൽ നല്ല പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മുടെ അരിപ്പൊടിയും കൊണ്ടുള്ള വട്ടയപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്.